ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ നാൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ പ്രിപ്പയർ ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട പ്രധാന ചേരുവ എന്ന് പറയുന്നത് മൈദയാണ്. മൈദ വെച്ചിട്ടാണ് നമ്മൾ നാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ 2.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ വീട്ടിൽ സാധാരണ ഒരു കപ്പ് എടുത്തിട്ട് അതിൽ 2.5 കപ്പ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും ചൂസ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് അളവ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളും എടുക്കുക. 2.5 കപ്പ് മൈദയ്ക്ക് വേണ്ടത് 3/4 കപ്പ് പാലാണ്. അതായത് നമ്മൾ ഏത് കപ്പിലാണോ മൈദ അളന്നെടുത്തത് അതേ കപ്പിൽ 3/4 കപ്പ് പാല് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുക. ഇനി ഒരു സ്പൂൺ നിങ്ങൾ മെഷർമെൻറ്റിന് വേണ്ടി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നാൻ ഉണ്ടാക്കുമ്പോൾ ചിലർ പാലിന് പകരം തൈര് ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യരുത്. ബേക്കിംഗ് സോഡയാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പാലെടുക്കുന്നത് കൊണ്ട് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാണ്. പിന്നെ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ബട്ടറാണ്. ബട്ടർ നമ്മൾ അവസാനം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മൈദയിലേക്ക് ആഡ് ചെയ്യുന്ന ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ വല്ലാതെ ഉപ്പ് കൂടിപ്പോവും, ശ്രദ്ധിക്കുക. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൈദ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2.5 കപ്പ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ചേരുവകൾ, അതായത് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിടുക. ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് മൈദയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തേക്കും ആവില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പൊടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് 3/4 കപ്പ് പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ മാവ് കുഴച്ചെടുക്കുക. ആദ്യമൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, കാര്യമാക്കണ്ട, ശരിയായി വന്നോളും. ഇനി ഇത് നല്ലപോലെ കുഴച്ച് മാവാക്കി എടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെയാണ്. 2.5 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പ് പാല് കറക്റ്റ് അളവാണ്. അപ്പോൾ പതുക്കെ ഇത് കുഴഞ്ഞ് വരുമ്പോൾ നമ്മൾ സംശയിക്കൊന്നും വേണ്ട, ഇനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണോ പാലൊഴിച്ച് കൊടുക്കണോ എന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. അത് കറക്റ്റ് അളവാണ്, അത് ശരിയായി വന്നോളും. മാവ് ഇപ്പോൾ ഏകദേശം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, കാര്യമാക്കണ്ട, ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. നല്ലപോലെ കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ 3 ടീസ്പൂൺ ഓയിൽ എടുത്ത് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വിട്ടുപോരുകയും ചെയ്യും. 2 പർപ്പസാണ് ഓയിലിനുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടൊരു 2 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ ഓയിൽ ചേർത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് 2 മിനിറ്റ് മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, കണ്ടില്ലേ? ഇതുപോലെ കുഴച്ചെടുക്കുക.
മാവ് റെഡി ആയതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ ഇത് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഈ അരമണിക്കൂർ ഇങ്ങനെ മാവിരിക്കുമ്പോൾ അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു തുണിയിട്ട് മൂടിയതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ 2.5 കപ്പ് മൈദയ്ക്ക് ഒരു 8-9 നാണൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇത് ഈക്വലായിട്ടുള്ള ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മാവ് ഉരുട്ടിയെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒരു 8 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ തൂവി വെക്കുക. എന്നിട്ട് നല്ലപോലെ ഈ ബോൾ ഉരുട്ടുക. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ പരത്തിയെടുക്കുക. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നാൻ എന്ന് പറയുമ്പോൾ സാധാരണ ഓവൽ ഷേപ്പിൽ പരത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ വട്ടത്തിൽ തന്നെ പരത്താം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പരത്തിയെടുക്കുക. ഇപ്പം നാണായതുകൊണ്ട് ഏകദേശം ഓവൽ ഷേപ്പായാലും പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് വട്ടത്തിലൊന്നും വേണം അങ്ങനെയൊന്നുമില്ല. വട്ടത്തിൽ പരത്തുന്നവർ വട്ടത്തിൽ പരത്തുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇപ്പോൾ മൈദ ഇതുപോലെ മാവ് നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. കാരണം നമ്മളിത് കുക്കായി കഴിയുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഡബിളാവും. അപ്പോൾ വളരെ കനം കുറച്ച് ഇത് പരത്തിയെടുക്കുക. ഇതത്ര പെട്ടെന്ന് ഒട്ടി പിടിക്കൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് തന്നെ പരത്താം. അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കില്ല, ആ ഒരു പേടി വേണ്ട. നല്ലപോലെ പ്രസ് ചെയ്ത് തന്നെ പരത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഒട്ടിപ്പിടിക്കും, അത് എന്താ പറയുക, ചപ്പാത്തി പലകയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഉള്ളൊരു പേടി വേണ്ട. ഞാനിതിവിടെ ഏകദേശം നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. മൈദയാവുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് പരത്തുമ്പോഴാണ് അത് ഷീറ്റ് പോലെ എന്താ പറയുക, വളരെ കനം കുറഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ വലിപ്പം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലിപ്പം മതി. അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രസ് ചെയ്ത് നമ്മൾ പരത്തി കഴിയുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തവ ഞാൻ ഗ്യാസിൽ നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇനി ഈ തവയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാൻ ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം തീ ഇടാനായിട്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ലോ ഫ്ലെയിമാണ് യൂസ് ചെയ്യാറ്. പക്ഷെ നാണിന് അങ്ങനെയല്ല, നാൺ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ തവയാണ്. സാധാരണ നാൺ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവ ഉപയോഗിക്കാറില്ല. അപ്പം അല്ലാത്ത തവ ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് വെള്ളം തൂവിയിട്ടാണ് അതിൽ നാൺ ഇട്ട് കൊടുക്കുക. കാരണം അതിൽ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ തവയോടുകൂടി നമ്മൾ മറിച്ചിട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, കുക്കായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ എന്തായാലും ഒട്ടി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ, നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ 2 സൈഡും മറിച്ചിട്ട് തന്നെ ചുട്ടെടുക്കണം. ഇപ്പോൾ ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ. ചിലർക്ക് ഈ പാകം മതിയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഭാഗത്തിലെടുക്കുക. അല്ലാത്തവർക്ക് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചും കൂടി കുക്കായിട്ട് ഒരു മുരിഞ്ഞ് എന്താ പറയുക, ഈ ബ്ലാക്ക് സ്പോട്ടൊക്കെ നല്ലോണം വരണം. അപ്പം അങ്ങനെയുള്ളവർക്ക് അതുപോലെ ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 സ്പൂൺ ഉപ്പ് പറഞ്ഞിരുന്ന കണക്കിൽ കുറച്ചിടുക, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായി പോവും. ഇതുപോലെ എല്ലാ നാണും ചുട്ടെടുത്തിട്ട്
മേലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നാണിൻ്റെ പണി. അപ്പോൾ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.